മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് സിനിമയിലേക്ക് കടന്നാലോ? സിനിമയുടെ തുടക്കത്തിൽ രേഖ എന്ന പെൺകുട്ടി ഉറങ്ങുന്നത് നമ്മൾ കാണുന്നു. അത് കാരണം അവളുടെ അമ്മ അവളെ വഴക്ക് പറയുന്നു. എടി, കാക്കകൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയാണ്, അതോടൊപ്പം നമ്മുടെ നായയും കുറെ ദിവസമായി വീട്ടിൽ വന്നിട്ടില്ല. അപ്പോഴാണ് രേഖയുടെ അച്ഛൻ രാജൻ അങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ രേഖയുടെ അമ്മ പറയുന്നു, നിങ്ങൾ എപ്പോഴാണ് ഈ വീടിന്റെ അവസ്ഥ ഗൗരവമായി കാണാൻ പോകുന്നത് എന്നിങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ രേഖയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അവളുടെ അമ്മ കോഴിമുട്ടകൾ വിറ്റാണ് വീട്ടു ചെലവുകൾ നടത്തുന്നത്. ഉറക്കമുണർന്ന ശേഷം രേഖ രഹസ്യമായി വീടിന്റെ പിന്നിൽ പോയി അവളുടെ കാമുകൻ അർജുനെ ഫോൺ ചെയ്യുന്നു. അപ്പോഴാണ് ഇന്ന് അർജുന്റെ ജന്മദിനമാണെന്ന് അവൾ അറിയുന്നത്. അർജുൻ അവളോട് ജന്മദിന സമ്മാനം ആവശ്യപ്പെടുന്നു. രേഖയും അർജുനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. കഴിഞ്ഞ 2-3 മാസമായി അവർ പ്രണയത്തിലാണ്. ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ രേഖയുടെ കയ്യിൽ നിന്ന് ഒരു വെള്ളിക്കുടം കിണറ്റിൽ വീഴുന്നു. അതിന്റെ ശബ്ദം കേട്ട് അയൽക്കാരെല്ലാം അവിടെ കൂടുകയും അത് പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് രേഖ അടുക്കളയിൽ വന്ന് അർജുനെ വീണ്ടും ഫോൺ ചെയ്യുന്നു. പെട്ടെന്ന് അർജുൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ജന്മദിന സമ്മാനമായി ഒരു റൊമാൻറ്റിക് ചുംബനം ആവശ്യപ്പെടുന്നു. അർജുനെ അടുക്കളയിൽ കണ്ട രേഖ ഞെട്ടിപ്പോവുകയും അവനോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മനസ്സിൽ ലഡ്ഡു പൊട്ടിയ അർജുൻ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കാതെ അവളെ ചുംബിക്കാൻ നിർബന്ധിക്കുന്നു. ഒടുവിൽ അവന്റെ വാക്ക് കേട്ട് രേഖ അവന്റെ കവിളിൽ ചുംബിക്കുന്നു. ഇവിടെ ഒരു വശത്ത് എല്ലാവരും കിണറ്റിൽ നിന്ന് കുടമെടുക്കുന്ന തിരക്കിലാണ്. മറുവശത്ത് രേഖയും അർജുനും രഹസ്യമായി സംസാരിക്കുന്ന തിരക്കിലാണ്. ഒടുവിൽ വളരെ പ്രയാസപ്പെട്ട് ആ കുടം പുറത്തെടുക്കുന്നു. അടുത്ത രംഗത്തിൽ ക്രിക്കറ്റ് കളിക്കുന്ന ജയനെ നമ്മൾ കാണുന്നു. അപ്പോൾ അവന്റെ മാമൻ ഗോപാലൻ വന്ന് ചോദിക്കുന്നു, ഞാൻ നിന്റെ ബൈക്ക് രാജന്റെ വീട്ടിന്റെ പുറത്ത് പലതവണ കണ്ടിട്ടുണ്ട്. നിനക്ക് അവന്റെ മകൾ രേഖയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് കേട്ട് ജയൻ പറയുന്നു, ഇല്ല മാമ, അങ്ങനെയൊന്നുമില്ല. അന്ന് വൈകുന്നേരം രേഖ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു. വഴിയിൽ വെച്ച് അവൾ ഗോപാലിനെ കാണുന്നു. രേഖ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് ഗോപാലിന് വീണ്ടും സംശയം തോന്നുന്നു. അതിനുശേഷം അവൻ തന്റെ മരുമകൻ ജയനെ വിളിച്ച് ചോദിക്കുന്നു, സത്യത്തിൽ നിനക്കും രേഖയ്ക്കും ഇടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവിടെ നിന്ന് പോയ ശേഷം രേഖ അർജുന്റെ കടയിൽ വരുന്നു. അവിടെ അർജുന്റെ അച്ഛനുമുണ്ട്. പിന്നെ അവർ രണ്ടുപേരും ആംഗ്യങ്ങളിലൂടെ സംസാരിക്കുന്നു. രേഖ വാങ്ങിയ സാധനങ്ങൾക്ക് അർജുൻ പണം വാങ്ങുന്നില്ല. ഇതാണ് പ്രണയത്തിന്റെ ഫലം. ഒടുവിൽ രേഖ വീട്ടിലെത്തുന്നു. അവളുടെ പിന്നാലെ ഗോപാലനും അവിടെ എത്തുന്നു. അയാൾ രേഖയുടെ അച്ഛനുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ജയനും രേഖയ്ക്കും എന്തോ ബന്ധമുണ്ടെന്ന് അയാൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. അത് ഉറപ്പിക്കാനാണ് അയാൾ രേഖയെ ശ്രദ്ധിക്കാൻ വന്നത്. അപ്പോൾ രേഖ ചാറ്റ് ചെയ്യുന്നത് അയാൾ കാണുന്നു. അവർ രണ്ടുപേരും ഓൺലൈനിൽ ഉണ്ടോ എന്ന് അവൻ ജയന്റെ വാട്സാപ്പ് പരിശോധിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് രേഖയുടെ കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴും അവൾ അർജുനുമായി സംസാരിക്കുകയും ചാറ്റിങ്ങിൽ മുഴുകുകയും ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞ് രാത്രി ഏറെ വൈകിയതുകൊണ്ട് രേഖ അച്ഛനെ വീടിനകത്തേക്ക് വിളിക്കുന്നു. എന്നാൽ അകത്ത് നല്ല ചൂടാണ്, ഞാൻ പുറത്ത് കിടന്നോളാം എന്ന് അച്ഛൻ പറയുന്നു. ഇത് കേട്ട് രേഖ അവളുടെ മുറിയിലേക്ക് പോകുന്നു. മുറിയിലെത്തിയ ശേഷം രേഖ അർജുനെ വീണ്ടും വീഡിയോ കോൾ ചെയ്യുന്നു. അവൾ അവനൊരു നല്ല ജോലിക്ക് നിർദ്ദേശം നൽകുന്നു. അതുവഴി അവരുടെ ഭാവി ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയും. എന്നാൽ അർജുൻ ഇത് അവഗണിച്ച് റൊമാൻറ്റിക് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയും അവളെ ചുംബിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ രേഖയുടെ അമ്മ രാത്രി വൈകുവോളം ഉണർന്നിരിക്കുന്നതിന് അവളെ വഴക്ക് പറയുമ്പോൾ അവൾ അർജുന്റെ ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്ത ശേഷം അർജുൻ ദേഷ്യപ്പെട്ടിരിക്കുമോ എന്ന് അവൾക്ക് തോന്നുന്നു. അതിനാൽ അവൾ വീണ്ടും മെസ്സേജ് അയക്കുന്നു. അപ്പോഴാണ് അർജുൻ അവളുടെ വീടിന്റെ പുറത്ത് വന്നിട്ടുണ്ടെന്ന് അവൾ അറിയുന്നത്. അതിനുശേഷം രഹസ്യമായ അർജുൻ അവളുടെ മുറിക്കുള്ളിൽ പ്രവേശിക്കുന്നു. ഇത് കണ്ട് രേഖ ഞെട്ടിപ്പോവുകയും അവനോട് ഉടൻ പുറത്തു പോകാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ അർജുൻ മറ്റെന്തോ ചെയ്യാനാണ് വന്നത്. അതിനാൽ അവൻ അവളെ ചുണ്ടിൽ ചുംബിക്കാൻ നിർബന്ധിക്കുന്നു. എന്നാൽ ഈ സമയം രേഖ ഒന്നിനും തയ്യാറായിരുന്നില്ല. കാരണം അവരുടെ ബന്ധം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അർജുൻ അവളെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. പിന്നെ അവർ പരസ്പരം പ്രണയിക്കാൻ തുടങ്ങുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേരും ജനലിന്റെ അടുത്ത് വന്നിരുന്നു. അവിടെ അർജുൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ രേഖ അവനോട് ചോദിക്കുന്നു, നമ്മുടെ പട്ടിയെ സത്യത്തിൽ നിങ്ങൾ കൊന്നോ? മറുപടിയായി അർജുൻ പറയുന്നു, നിന്റെ പട്ടി എപ്പോഴും എന്റെ നേരെ കുരയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി അതിനെ കൊന്നു. ഇത് കേട്ട് രേഖയ്ക്ക് വളരെ വിഷമം തോന്നുന്നു. കഴിഞ്ഞ രാത്രിയിലെ പ്രണയത്തിന് ശേഷം അടുത്ത പ്രഭാതത്തിൽ എല്ലാവരും ഞെട്ടാൻ പോവുകയായിരുന്നു. കാരണം രേഖയുടെ അച്ഛൻ രാജൻ ഉറക്കത്തിൽ തന്നെ മരിച്ചു. ഇത് രേഖയ്ക്കും അവളുടെ കുടുംബത്തിനും വലിയ ആഘാതമുണ്ടാക്കി. അന്ത്യകർമ്മങ്ങളിൽ ഗ്രാമവാസികൾ എല്ലാവരും വരുന്നു. എന്നാൽ അർജുനെ അവിടെ കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നു, രാജന് ഇതിനു മുമ്പും ഹൃദയാഘാതം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടാവും ഉറക്കത്തിൽ മരണം സംഭവിച്ചതെന്നും. രേഖ വളരെ അസ്വസ്ഥയാണ്. അവൾ അർജുനെ ഫോൺ ചെയ്യുന്നു. എന്നാൽ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അടുത്ത ദിവസം രേഖയുടെ അമ്മ മുറ്റം അടിച്ചു വരുമ്പോൾ അവിടെ ഒരു സിഗരറ്റ് കുറ്റി രേഖയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. രേഖ ആ സിഗരറ്റ് കുറ്റി തലേ ദിവസം രാത്രി അർജുൻ വലിച്ചെറിഞ്ഞ മറ്റൊരു കുറ്റിയുമായി ഒത്തുനോക്കുന്നു. അത്ഭുതമെന്നോണം ആ 2 സിഗരറ്റ് കുറ്റികളും പൊരുത്തപ്പെടുന്നു. ഇത് കണ്ട് രേഖയുടെ മനസ്സിൽ അർജുനെ കുറിച്ച് സംശയം തോന്നി തുടങ്ങുന്നു. അവൾ അർജുനെ അന്വേഷിച്ച് അവന്റെ അച്ഛന്റെ അടുത്തെത്തുന്നു. എന്നാൽ രേഖ അർജുനെ കുറിച്ച് ചോദിക്കുമ്പോൾ അർജുന്റെ അച്ഛൻ അവളെ അവഗണിക്കുകയും ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നു. രേഖയ്ക്ക് അർജുനെ കുറിച്ച് വലിയ ഉത്കണ്ഠയുണ്ട്. അതിനാൽ അവൾ സുഹൃത്ത് ജയനെ കാണുന്നു. ജയൻ പറയുന്നു, അർജുൻ എന്റെ ഫോണും എടുക്കുന്നില്ല. ഒരുപക്ഷെ അവൻ എറണാകുളത്തുള്ള അവന്റെ മാമൻ കണ്ണന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. ഒടുവിൽ രേഖ കണ്ണന്റെ സ്ഥലത്തെത്തുന്നു. അവന്റെ ഭാര്യയോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഭർത്താവ് എന്നെ ജോലി സംബന്ധമായി വിളിച്ചിരുന്നു, എനിക്ക് അദ്ദേഹത്തെ കാണണം. അതിനുശേഷം അവന്റെ ഭാര്യ കണ്ണന്റെ വിലാസം അവൾ നൽകുന്നു. എന്നാൽ അവൾക്ക് അർജുനെ കുറിച്ച് കാര്യമായൊന്നും അറിയാൻ കഴിയുന്നില്ല. രേഖ വളരെ വിഷമിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ദുഃഖിതയായി കഴിയുന്നു. അതിനാൽ അവൾ മാനസിക ചികിത്സയ്ക്കായി ഡോക്ടർ ഉഷയെ കാണുന്നു. ഡോക്ടർ അവളുടെ പ്രശ്നത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഞാൻ
അർജുൻ എന്നൊരാളുമായി പ്രണയത്തിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രണയത്തിലൊന്നും താല്പര്യമില്ലായിരുന്നു. എന്നാൽ എന്റെ എല്ലാ കൂട്ടുകാരികൾക്കും കാമുകന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുകയും അർജുനുമായി പ്രണയത്തിലാവുകയും ചെയ്തു. ഇതിനിടയിൽ എന്റെ അച്ഛൻ ഹൃദയാഘാതം മൂലം മരിച്ചു. എനിക്കതിൽ വലിയ ദുഃഖമുണ്ട്. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണം ഞാനാണെന്ന് എവിടെയോ എനിക്ക് തോന്നുന്നു. അടുത്ത ദിവസം അവൾ അമ്മയോട് പറയുന്നു, എനിക്കൊരു അടിയന്തര കാര്യത്തിനായി എറണാകുളത്തേക്ക് പോകണം. അമ്മ തടഞ്ഞിട്ടും രേഖ അവിടെ നിന്ന് പോകുന്നു. അവളുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും അർജുനെ കാണണം. അതിനാൽ രേഖ എറണാകുളത്ത് പോയി അവളുടെ കൂട്ടുകാരി ഗ്രീഷ്മയുടെ കൂടെ താമസിക്കാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം രേഖ അർജുന്റെ മാമൻ കണ്ണനെ അവന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കണ്ടെത്തുന്നു. അവൾ അവനോട് അർജുനെ കുറിച്ച് ചോദിക്കുന്നു. മറുപടിയായി അവൻ പറയുന്നു, അർജുൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു. കാരണം അർജുന് ലൈംഗിക ആസക്തി കൂടുതലാണ്. ഈ ശീലം അവന്റെ അച്ഛനിൽ നിന്നാണ് കിട്ടിയത്. കാരണം അവന്റെ അച്ഛൻ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു. അതുകൊണ്ട് ആ സ്ത്രീ അവന്റെ അച്ഛന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി അർജുന്റെ അച്ഛന് എന്തുകൊണ്ടാണ് ഒരു കണ്ണ് മാത്രം ഉണ്ടായിരുന്നതെന്ന്. അവൻ പറയുന്നു, അർജുൻ സത്യത്തിൽ നിന്നോട് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ വൈകുന്നേരം എന്റെ റൂമിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാം. വൈകുന്നേരമായപ്പോൾ രേഖ അവന്റെ റൂമിലെത്തുന്നു. അവിടെ അവൻ രേഖയോട് വളരെ വിചിത്രമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയും അവളെ തെറ്റായ സ്ഥലങ്ങളിൽ സ്പർശിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന രേഖ അവനെ ഒരൊറ്റ അടിക്ക് താഴെ ഇടുന്നായിരുന്നു. അവൾക്ക് ആൺകുട്ടികളുടേത് പോലുള്ള ശക്തി ഉണ്ടായിരുന്നു. അടിച്ചു താഴെയിട്ട ശേഷം ഒരു പേന ഉപയോഗിച്ച് അവന്റെ മുഖത്തടിച്ച് അവനെ പരിക്കേൽപ്പിക്കുന്നു. ഇപ്പോൾ കണ്ണൻ മാമന്റെ അർജുന്റെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. അർജുൻ എന്റെ അടുത്ത് ജോലി ചോദിച്ചു വന്നതാണ്. കാരണം അവന് ഗ്രാമത്തിൽ സവിത എന്ന ടീച്ചറുമായി ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ്. ഇത് കേട്ട് രേഖയ്ക്ക് മറ്റൊരു ഞെട്ടലുണ്ടാവുന്നു. ഇത് കേട്ട ശേഷം രേഖ അവനോട് അർജുനെ വിളിക്കാൻ പറയുന്നു. കുറച്ചു കഴിഞ്ഞ് അർജുനും അവിടെ എത്തുന്നു. അവിടെ വന്ന ശേഷം രേഖ അവനോട് അവന്റെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ചും എന്തിനാണ് ഫോൺ എടുക്കാത്തതെന്നും ഗ്രാമം വിട്ട് എന്തിനാണ് ഇവിടെ വന്നതെന്നും ചോദിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് അർജുൻ പറയുന്നു, എന്റെ ഫോൺ വെള്ളത്തിൽ വീണുപോയി. നീ വീട്ടിൽ വന്ന വിവരം എന്റെ അച്ഛൻ അറിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതിനിടയിൽ രേഖ അവനോട് ചോദിക്കുന്നു, എന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ നിന്റെ കൈകളുണ്ടോ? ഇത് കേട്ട അർജുൻ വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇല്ല, ഞാൻ നിന്റെ അച്ഛനെ കൊന്നിട്ടില്ല. അർജുനോട് ദേഷ്യപ്പെട്ട് രേഖ വീണ്ടും അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവൾക്ക് ഇപ്പോഴും അർജുനെ സംശയം. അടുത്ത ദിവസം രേഖ അമ്മയെ ഫോൺ ചെയ്ത് ടീച്ചർ സവിതയുടെ നമ്പർ ചോദിക്കുന്നു. അപ്പോൾ അവളുടെ അമ്മ പറയുന്നു, ടീച്ചർ സവിത ഇന്നലെ രാത്രി തൂങ്ങി മരിച്ചു. അവൾക്ക് ഏതൊരു പയ്യനുമായി ബന്ധമുണ്ടായിരുന്നു. ആരാണ് ആ പയ്യനെന്ന് എനിക്ക് അറിയില്ല. രേഖ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ജയനെ ഫോൺ ചെയ്യുന്നു. എന്നാൽ ജയനും ആ പയ്യന്റെ പേര് അവളോട് പറയുന്നില്ല. രേഖ അർജുന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവനെ എല്ലായിടത്തും പിന്തുടരാൻ തുടങ്ങുകയും അവന്റെ മേൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്യുന്നു. രേഖ അർജുനെ വിളിച്ചു പറയുന്നു, നാളെ ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് നിന്നെ അവസാനമായി ഒന്ന് കാണണം. എനിക്ക് നിന്നോട് ഒരു അടിയന്തരമായ കാര്യം പറയാനുണ്ട്. ഇതിനുശേഷം അർജുൻ അവളുടെ വിചിത്രമായ പെരുമാറ്റത്തെ കുറിച്ച് അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. നീ എന്നെ എല്ലായിടത്തും പിന്തുടരാൻ തുടങ്ങി, എന്നെ സംശയിക്കാനും തുടങ്ങി. എന്നാൽ രേഖയുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഒടുവിൽ അർജുൻ അവളെ കാണാൻ സമ്മതിക്കുന്നു. അവർ രാത്രിയിൽ വിജനമായൊരിടത്ത് കണ്ടുമുട്ടുന്നു. അവിടെ ചെന്ന ശേഷം അർജുൻ രേഖയോട് പറയുന്നു, നിന്റെ അച്ഛന്റെ മരണത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാനല്ല അദ്ദേഹത്തെ കൊന്നത്. അതിനുശേഷം രേഖ അവനോട് ടീച്ചർ സവിതയെ കുറിച്ച് ചോദിക്കുന്നു. അതിനും അർജുൻ കള്ളം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ രേഖ പറയുന്നു, സത്യം പറഞ്ഞില്ലെങ്കിൽ പോലീസിൽ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അർജുൻ പറയുന്നു, നിനക്ക് ഞാൻ നിന്റെ അച്ഛനെ കൊന്നുവെന്ന് സംശയമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൊന്നുവെന്ന് തെളിയിക്കുന്ന തെളിവ് കൊണ്ടുവരും. എന്നിട്ട് അവളെ അവഗണിച്ച് അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് അവൻ രേഖയെ ഉപേക്ഷിച്ച് ഓടാൻ തുടങ്ങുന്നു. രേഖയും അവന്റെ പിന്നാലെ ഓടി ഒടുവിൽ അവനെ പിടികൂടുന്നു. അവനെ തല്ലി ചോദിക്കാൻ തുടങ്ങുന്നു, നീയാണ് എന്റെ അച്ഛനെ കൊന്നത്? മറുപടിയായി അർജുൻ പറയുന്നു, അതെ, ഞാൻ തന്നെയാണ് തന്റെ അച്ഛനെ കൊന്നത്. കയ്യിലുണ്ടായിരുന്ന ഒരു കല്ലുകൊണ്ട് അവൻ അവളുടെ തലക്കടിക്കുന്നു. രേഖയെ ശ്വാസം മുട്ടിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ അർജുൻ രേഖയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ രേഖയുടെ അച്ഛൻ രാജൻ അവനെ കണ്ട രംഗം നമ്മെ കാണിക്കുന്നു. അപ്പോൾ അർജുൻ വളരെ ഭയന്നുപോയി. പിടിക്കപ്പെടുമെന്ന ഭയത്താൽ രാജനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇപ്പോഴത്തെ രംഗത്തിൽ അർജുൻ രേഖയോട് പറയുന്നു, ഇതുപോലെ തന്നെയാണ് ഞാൻ നിന്റെ അച്ഛനെയും കൊന്നത്. എന്നെ തോൽപ്പിക്കാൻ മാത്രം ശക്തിയൊന്നും നിനക്കില്ല. എന്നാൽ രേഖ ഒട്ടും മോശമായിരുന്നില്ല. അവൾ അവസരം മുതലെടുത്ത് അർജുനെ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. അതിനുശേഷം നടക്കുന്നത് ഈ സിനിമയിലെ ഏറ്റവും അപകടകരമായ സംഘടന രംഗമാണ്. അവിടെ രേഖ അവനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഒരു ഗുസ്തി മത്സരം നടക്കുന്നത് പോലെ. ധാരാളം അടി കിട്ടിയതിനു ശേഷം അർജുൻ വളരെ ദുർബലനായി. ഈ അവസരം മുതലെടുത്ത് രേഖ അവന്റെ ചില ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നു. അവനെ അവസാനമായി കെട്ടിപ്പിടിച്ചു പറയുന്നു, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. എന്നാൽ നീ എന്റെ സ്നേഹത്തെ തെറ്റായി ഉപയോഗിച്ചു. നീ എന്നോട് കാമത്തിന്റെ ബന്ധം മാത്രമാണ് വെച്ചത്. അതോടൊപ്പം എന്റെ അച്ഛനെയും കൊന്നു. അതുമാത്രമല്ല, നീ സവിതയുമായും പ്രണയിച്ചു. അതുകൊണ്ട് നീ എന്റെ കണ്ണിൽ കൂടുതൽ താഴ്ന്നുപോയി. അർജുനെ ആ അവസ്ഥയിൽ ഉപേക്ഷിച്ച് രേഖ വീട്ടിലേക്ക് മടങ്ങുന്നു. അടുത്ത പ്രഭാതത്തിൽ അവിടെ പോലീസ് സംഘം എത്തുന്നു. അവർ സവിതയുടെ ആത്മഹത്യാ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. പോലീസ് രേഖയോട് അർജുനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ രേഖ അവരോട് പറയുന്നു, ഞാനും അർജുനും പ്രണയത്തിലായിരുന്നു. അവന്റെ അവിഹിത ബന്ധത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ അവനെ കാണാൻ എറണാകുളത്തേക്ക് പോയി. എന്നാൽ അവൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അതിനുശേഷം പോലീസ് അവളുടെ ശരീരത്തിലെ മുറിവുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പറ്റിയ മുറിവുകളാണെന്ന്. രേഖയുടെ ഈ മനോഭാവം കണ്ട് പോലീസ് അവളോട് ചോദിക്കുന്നു, മോളെ എന്താണ് പേര്? അപ്പോൾ അവൾ അവരോട് പറയുന്നു, രേഖ രാജേന്ദ്രൻ. ഇങ്ങനെയുള്ള പ്രതികാര സംഭാഷണത്തോടെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയുടെ പ്രധാന ആകർഷണം അതിലെ പ്രതികാര രംഗങ്ങളായിരുന്നു. തന്റെ പ്രണയത്തെ തെറ്റായി ഉപയോഗിച്ച അർജുനെ രേഖ അവന്റെ അതേ ശൈലിയിൽ പാഠം പഠിപ്പിക്കുന്നത് കാണാൻ രസകരമായിരുന്നു. ഒരു പെൺകുട്ടി ആയിരുന്നിട്ടും അവൾ തന്റെ പ്രതികാരം പൂർത്തിയാക്കി. അതാണ് ധൈര്യം. അപ്പോൾ ഫ്രണ്ട്സ്, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അവതരണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.